We need the body back. എന്നാത്തിന്? സിസ്റ്റർ അമലയുടെ മരണത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ബോഡി റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. എടാ, ഈ കന്യാസ്ത്രീയുടെ ചാവിൽ ഞങ്ങൾക്കില്ലാത്ത സംശയത്തോളം വേറെ ആർക്കാണ് ഉള്ളത്? ആർക്കാ ദണ്ണൊന്ന് അറിയണോ തനിക്ക്? അറിയണം. എഴുതച്ചാ ഓഹോ, ഇവനായിരുന്നോ ദണ്ണം? അതേടാ, എന്റെ പെങ്ങളെ കഷ്ടകാലത്തിന് അവർ നിന്റെയൊക്കെ രൂപത്തിൽ കന്യാസ്ത്രീയായത്. അന്ന് തുടങ്ങിയ എന്താ നിനക്കൊക്കെ വെട്ടിക്കേറി വീതം വെച്ച് കളിക്കാൻ? ഇതെന്താ മെഡിക്കൽ കോളേജിലെ ശവക്കെട്ടാണെന്ന് വിചാരിച്ചോടാ? വെഞ്ചരി ചൊപ്പീസും ജോലി കുഴി വെക്കാൻ പോകുന്ന ശവമാ. അതെങ്ങാനും നിന്റെ കൈ തൊട്ടാൽ ആ കൈവെട്ടി ഞാൻ കപ്പയ്ക്ക് വളം വെച്ച് കളയും. വിളിക്കണ കളി അടച്ചനെ. വാശിമോനെ പള്ളി തുറന്നു പോകണം. അടിച്ച് നിരന്തരം അടിച്ച് ഒതുക്കാറില്ലേ? ആരാ? ഞങ്ങള് ചിലതെല്ലാം കൂട്ടിക്കിഴിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ അച്ചോ? അവനെങ്ങാനും കല്ലറാമാന്തി പൊളിക്കാനും കുഴി തോണ്ടി നോക്കാനും പുറപ്പെട്ടാൽ അവൻ ചെന്നടനാലും കീറി തൊലി ഉരിച്ച് ഉപ്പും മുളകും പുരട്ടി വെയിലത്ത് വെച്ചുണക്കിയെടുത്ത് നല്ല തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും ഞങ്ങള്. അവിടെ കിടന്ന് പൊരിയും. അവസാനം വറചട്ടി കിടന്ന് അവൻ തന്നെ വിളിച്ചു പോവും, എനിക്ക് മതിയായേ. ഒന്ന് നിർത്തണ്ട അച്ചോ. ആ എന്റെ ഈശോയെ, ഇത് ആരാണ് ഈ വന്നിരിക്കുന്നത്? രക്തച്ചൻ പറഞ്ഞ നാവങ്ങ് എടുത്തേ ഉള്ളൂ. എന്നതാ, ഫുഡാന്നോ? അല്ല, ഈ വീട് റോയൽ ആൻഡ് നോബിൾ. അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ. കാശുള്ള അപ്പന്റെ മോനായിട്ട് നല്ല അലകും പിടിയുള്ള തറവാട്ടിലാ ജെയിംസ് കുട്ടി ജനിച്ചത്. എന്നും പറഞ്ഞത് പേരിന്റെ മുമ്പിലും പുറകിലും ഇങ്ങനെ കെട്ടിത്തൂക്കി ഇടാറില്ല, ഇല്ലയോ? ചുമ്മാതിരി മാമച്ച, ഈശോ നസ്രാണിയാ. ഓ, അതിന്റെ ഒരു ഗുണവുമില്ല. ഇങ്ങോട്ടിരുന്നാട്ടെ, ഇത് ഞങ്ങളുടെ സ്നേഹവിരുന്ന കൂട്ടായ്മ, പോഷിത പ്രവർത്തനം. പോഷിത പ്രവർത്തനം അല്ലച്ചോ, പ്രേഷിത പ്രവർത്തനം. പട്ടക്കാരനെ തിരുത്താൻ നീ ആരാടാ? വത്തിക്കാനിന്ന് വന്ന മാർപ്പാപ്പായോ? അതോ കാനോ നിയമം ഉണ്ടാക്കി ഇത്താക്ക് വൽപ്പാനോ? പരിഹാസി. എടാ, നിന്നെ പോലെയുള്ള കാക്കിമാക്രികളുടെ മൊത്തം നേതാവാ ഈ നിൽക്കുന്നേ. ഇത് ഞാൻ പറയത്തില്ല. വട്ടക്കാരുടെ ഇമ്മാതിരി തമാശ തിരുത്താൻ വന്നിരിക്കുന്നു. നീ ആരാടാ? വലിയ ഈശോയോ? ആ വലിയ ഈശോ തോറ്റെടുത്ത് ഈ കൊച്ചി ഈശോ എവിടെ ജയിക്കാനാ? ജയിക്കില്ലടാ നീ ഒന്നും ഒരിക്കലും ഇവിടെ. ആ ബോധം ഉറക്കത്തിൽ പോലും നീ മറന്നു കളയരുത്. കേറിയങ്ങ് മലനിരിക്കാൻ പോകുന്ന കസരക്ക് ചുറ്റുള്ള മണ്ണുണ്ടല്ലോ, നിന്റെ സെൻട്രൽ സോൺ, അത് ഈ മാമച്ചന്റെ സാമ്രാജ്യ. എന്റെ കൈരളി കോൺഗ്രസിന്റെ തറവാട്. അവിടെ രാജാവും ദിവാനും ഒക്കെ ഞാൻ തന്നെ ആടാവേ. ഓ, ഞാൻ പറയുന്ന പോലെ ആർക്കോടെ നടക്കാനൊക്കെ നടന്നിട്ടുള്ളൂ. എന്തിനെ? മീനച്ചിലാറിലെയും മണിമലയാറിലെയും മലവെള്ളം വരെ. പിന്നെയാണോ കാക്കിയിട്ട് ഈ അക്കാനി മാടന്മാർ? ഫാദർ, താൻ വെറുതെ കിടന്ന് വിറയ്ക്കാതടോ ജെയിംസേ. ഇവനെന്നാ ഞങ്ങളെ അങ്ങ് വാരി വിഴുങ്ങുവോ? ഇച്ചിരി കൂടി അങ്ങ് വാരി വിളമ്പി കൊടുമാമച്ചാ, നിറയട്ടെ വയറ്. മുമ്പിൽ കിട്ടിയ സ്ഥിതിക്ക് തന്റെ ഈ കൊച്ചും മോനോട് കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവൻ പോയി പൊക്കാൻ നോക്കും. ചുരുട്ടിക്കെട്ടിയ വാലും വാലിനടിയിലെ. അപ്പ പിന്നെ എനിക്കും എന്റെ പിള്ളേർക്കും എമ്പിടി വേലയാകും. മാമച്ച പ്ലീസ്. ഇല്ലടോ, പണിക്കന്റെ തലയെ ഉടലും ഞങ്ങൾ വെട്ടിമാറ്റില്ല, പഞ്ചാര അടിച്ചു കൊടുക്കും. മനസ്സിലായില്ലല്ലയോ? കൊള്ളിച്ചോറും തീറ്റിച്ച് വടി പോലെ ഈ രൂപത്തിൽ കുഴുകുത്തി അങ്ങോട്ട് നിർത്തും ജീവനോടെ. എന്നിട്ട് തലയ്ക്ക് മൂളി കൊണ്ടുവന്ന് ചൊരിയും. ആർജാക്ക് തിരുനെൽവേലി മയിൽമാർക്ക് പഞ്ചാര. അതങ്ങിട്ട് മൂടിവെച്ച് ഒടുക്കത്തെ തൈലംപൂശ് അങ്ങോട്ട് നടത്തും നറുനെയ് കൊണ്ട്. പിന്നെ ഇതുപോലെ ഒരു കൊള്ളി, ഒരൊറ്റ കൊള്ളി മതിയടാ. നിന്റെ ഈ വെള്ളികെട്ടിയ തടിയുണ്ടല്ലോ, കൊഴുക്കട്ട പായസം പോലെ വഴവഴാന്നിരിക്കും. അലുവ പാകം. അതെടുത്ത് കമ്പംമേട്ടിലെ ഏലത്തോട്ടത്തിൽ അടിവളമായിട്ടാൽ പൂക്കും. ഈ വണ്ണത്തിലിരിക്കും ഏലക്ക. നീ ഡൽഹിന്നല്ല, ഏത് കണറ്റിക്കെട്ടിന്ന് വന്നാലും മാമച്ചന്
രോമം എടാ എരന്നുണ്ണി മത്തി മാമച്ച. എന്താണ് നീ എന്നെ വിളിച്ചേ? പഴയ സേണയും എന്താ കേട്ടപ്പോ ഞെട്ടിപ്പോയോ? കിഴക്കൻ മലയോരം മുഴുവൻ വിറപ്പിക്കുന്ന മലങ്കര രാജാവ്. കൂടെ ഇരിക്കുന്ന ഈ ആത്മമിത്രങ്ങൾ പോലും ഇതുവരെ കേട്ടിട്ടില്ലാത്ത തന്റെ ഈ മറുപേരുകൾ അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്ന ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നോർത്ത് നടുങ്ങണ്ട. ഇനി അങ്ങോട്ട് ഒരുപാട് നടുങ്ങാനുള്ളതാ കോമച്ച. താനും തന്റെ ഈ ജാതി കൂട്ടൻ. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരന്നു നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചാർത്തി തന്ന ഇമാതിരി ഉളുമ്പ് നാർന്ന ചെല്ലപ്പേരുകൾ അടക്കം ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് താൻ മുളപ്പിച്ചെടുത്ത ഏലക്കാത്തോട്ടത്തിന്റെ അടിവേരുകൾ വരെ ചെകഞ്ഞു നോക്കിയിട്ട് തന്നെയാ താൻ കിരീടം വെക്കാതെ വാടുന്ന സെൻട്രൽ റേഞ്ചിന്റെ DIG കസേരയിലോട്ട് മലർന്നിരിക്കാൻ പണിക്കരങ്ങ് ഡൽഹിയിൽ ഇങ്ങോട്ട് പുറപ്പെട്ടു വന്നത്. ഇപ്പതാ ഈ ഉച്ചവിരുന്നിനിടയിലോട്ട് കയറി വന്നത്. പിന്നെ നിന്റെ പഞ്ചാരയുടെ ഈശോ പണിക്കർക്ക് നിന്നെ പെട്ടിയിൽ അടയ്ക്കാനുണ്ടല്ലോ. തിരുനെൽവേലി പഞ്ചാരയും നറുനെയ്യും ഒന്നും വാങ്ങി ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കണ്ടടാ കൂവേ. കണ്ടോ, താൻ പോലും അറിയാതെ തന്റെ കാറ്റ് പോകും. തിരുനെറ്റിയിലെ മർമ്മക്കൂമ്പ് നോക്കി ഒറ്റ കുത്ത്. വേണ്ട വേണോ വേണ്ടോ എന്ന് ഇയാൾ തീരുമാനിക്കട്ടെ. നിന്റെ ഈ വാഴപ്പിണ്ടി നട്ടലുണ്ടല്ലോ, അതിനകത്തൊരു നാരുണ്ട്, സുഷുമ്ന നാടി. അതിങ്ങനെ ചൂണ്ടുവരലെ ചുറ്റി ചുറ്റി വലിച്ചിങ്ങ് പൊട്ടിച്ചെടുക്കും ഞാൻ. പിന്നെ കൊല്ലാനും കൊല്ലിക്കാനും പോയിട്ട് നിവർന്നു നിന്ന് മുള്ളാൻ പോലും പൊങ്ങുകയല്ല മാമച്ചന്റെ ഈ നാറിയ തടി. തൽക്കാലം ഇത് തന്റെ കണക്റ്റിക്കെട്ടിനകത്തോട്ട് വെച്ചു. വല്ലാതെ വെടിവെക്കാൻ മുട്ടുമ്പോ എടുത്ത് പ്രയോഗിച്ചാൽ മതി കേട്ടോടാ പന്ന. ഈശോ വിട്ടുകളാ, വിവരമില്ലാതെ അങ്ങേര് വല്ലതും പറഞ്ഞു എന്ന് വെച്ച് വന്നാട്ടെ, നമുക്ക് അപ്പുറത്തേക്ക് ഇരിക്കാം. ഒഴിക്കണോ എനിക്ക്? യു വാണ്ട് എ ഡ്രിങ്ക്? നോ താങ്ക്സ്. ഈശോയ്ക്ക് ഒരു വാം റിസപ്ഷൻ തരണമെന്നുണ്ടായിരുന്നു. ബട്ട് വലിയ പശ്ചാത്താപമൊന്നും വേണ്ട സാർ. വീട്ടിലേക്ക് കാല് കുത്തുന്നതിന് മുമ്പ് തന്നെ നല്ല സ്വീകരണം കിട്ടി. ഐ തിങ്ക് someone wants to talk me. ബി കെയർഫുൾ. ലീവ് എടുക്കുന്നതാ ബുദ്ധി. But it's interesting. തേങ്ങാക്കൊല. എന്റെ ഈശോയെ, നവഡേയ്സ് ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യണത് സെൻട്രൽ റേഞ്ചിൽ നിന്നാണ്. 4 SP-മാരും ഒരു കമ്മീഷണറും തന്റെ കൂടെ തലയും കുത്തി നിന്നാ പോലും ഒരു നിമിഷം തനിക്ക് സ്വസ്ഥത കാണുകയല്ല. ക്രിമിനൽ ജംഗിളാത്. ഇത്തരം ക്രിമിനൽ ജംഗിളിൽ ഹണ്ടിങ് നടത്താനാണ് എനിക്കിഷ്ടം. നല്ല ഇരു. എടോ, താൻ എന്നതാ കരുതിയിരിക്കുന്നേ? VIP-കളുടെ പുറകിൽ നിന്ന ആളുകളുടെ ഇടയിലേക്ക് ചെമ്പോത്തിനെ പോലെ കഴുത്ത് നീട്ടി വട്ടം കറക്കി കൈയും പുറകെ കെട്ടി നിൽക്കുന്നതാ ലോ ആൻഡ് ഓർഡർ എന്നാണോ? അത് കളി വേറെയാ. യു വിൽ ഗെറ്റ് സ്പ്ലിറ്റ് ഇൻടു പീസസ്. പിന്നിലൊളിപ്പിച്ച കോൾ സ്നിപ്പർ ഗണ്ണും അരയിൽ ചുറ്റിയ സൈക്ലോനൈറ്റ് ബോംബുമായി ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്നവനെ മുഖം നോക്കി കണ്ടുപിടിക്കണമെങ്കിൽ തലയിൽ ബ്ലൂ ബാൻഡ് ചുറ്റിയ IPS ക്യാപ്പ് മാത്രം പോരാ സാർ. അതിനകത്ത് എക്സ്ട്രാ സെൻസ് വേണം. അതൊന്നും ഇല്ലാത്തവർക്ക് ചക്കിൽ പൂട്ടിയ പോത്തിനെ പോലെ ചാർത്തി കിട്ടിയ കസേരയ്ക്ക് ചുറ്റും ദാ ഇതുപോലിരുന്ന് വട്ടം ചുറ്റാനേ കഴിയും. അതേടോ, ഞാൻ ചക്കിൽ പൂട്ടിയ പോത്ത് തന്നെയാ, സമ്മതിച്ചു. അതുകൊണ്ട് മനസമാധാനത്തോടെ എനിക്ക് ക്രമസമാധാനം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്. താനങ്ങ് ചെന്ന് കിളച്ചു നോക്ക്, അപ്പൊ അറിയാം വിവരം. ഇവിടെ മധ്യമേഖല DIGയുടെ കസേരയിൽ ഇരിക്കാൻ ഈ ഡൽഹി വോക്കൽ പോറിംഗ് ഒന്നും മതിയാവില്ല പണിക്കരെ. സെൻട്രൽ റേഞ്ച് എന്ന് പറയുന്ന പപ്പടവട്ടം ഉണ്ടല്ലോ, ഒട്ടുപാല നിറച്ചു വെച്ചിരിക്കുന്ന ചിരട്ടയാ. അതിൽ കാലൊന്നു കുത്തിയാൽ ഊരി പോരാൻ കുറെ ദണ്ണിക്കും. അറിയാം സാർ. മധ്യമേഖലയിലെ എഫ്ലുവന്റ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ്. കല്ലറയിലടക്കിയ പെൺ ശവങ്ങളെ പോലും ശവക്കുഴിയിലിട്ട് ഉപയോഗിക്കുന്ന നെക്രോമേനിയാക് അപ്ടൗൺ. 100% ലിറ്ററസി, 100% ലാറ്റക്സ്, 100% ലിക്കർ. ഇവയെല്ലാം ചേർത്ത വെൽ കോമ്പിനേറ്റഡ് റബ്ബർ ജംഗിൾ. മധ്യ തിരുവിതാംകൂറിന്റെ കാവൽ പിതാവായ പാലാ മാമച്ചന്റെയും അയാളുടെ അപ്പോസ്തലനായ MLA മോനായുടെയും ഹൈറേഞ്ച് പയസ് കാളിയാറച്ചന്റെയും യുണൈറ്റഡ് കിങ്ഡം. Don't touch them. Leave them free. They are fireballs. തൊട്ടാ കൈ പൊള്ളുവേ. Don't waste your precious time with this garbage. Sure. എനിക്ക് ഇപ്പം തോന്നി തുടങ്ങി ഞാൻ എൻ്റെ വിലയേറിയ സമയം പാഴാക്കുകയാണ് അങ്ങയോട്. Well, I just came to report that I am on duty as DIG Central Range. Goodbye for the time being. Present arms. General salute. Close arms. Order arms.
വേർ ഇസ് മിസ്റ്റർ അൻവർ? അൻവർ വീണ്ടും ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു സർ. ഡൊമസ്റ്റിക് പ്രോബ്ലം. ഇഡിയറ്റ്. അയാൾ എത്ര കാലം ഇങ്ങനെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും? ഐ വാണ്ട് ഹിം ഓൺ ഡ്യൂട്ടി ഇമ്മീഡിയറ്റ്ലി. നീ ഇവിടം വരെ കയറി വന്നല്ലേ? അന്നേ നിന്നെ പള്ളിമുറ്റത്തിട്ട് തീർക്കാഞ്ഞത് ഞങ്ങളുടെ തെറ്റ്. ആ തെറ്റിനുള്ള ശിക്ഷയാടാ നീ ഇപ്പൊ അനുഭവിക്കാൻ പോകുന്നത്. എവിടെ നിന്റെ ഗോഡ് ഫാദർ കാളിയാർ ഡോൺ? സ്റ്റേറ്റ് പോലീസിൽ ഞാൻ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും അന്തസ്സുള്ള മുഖം. ഡൈനാമിക് പേഴ്സണാലിറ്റി, വിഗറസ്, വെൽ ബിൽറ്റ് 6 ഫുട്ടർ. യു ആർ ഫിറ്റ് ഫോർ പോലീസ് ബട്ട് അൺഫിറ്റ് ഫോർ മീ. പ്രവർത്തിച്ചത് അവിവേകമാണെന്ന് ഇപ്പൊ തോന്നില്ല. തോന്നുമ്പോ നിനക്ക് പശ്ചാത്തപിക്കാനായിട്ടൊരു നിമിഷം പോലും ബാക്കി ഉണ്ടാവില്ല. ഐ അണ്ടർസ്റ്റാൻഡ്. കാൽ കീഴിലെ മൺതരികൾ ഓരോന്നായി ഒലിച്ചു പോകുമ്പോൾ, കടപുഴകി വീഴുമെന്ന് അറിയുമ്പോഴും മുഖം പതറാതെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ സാധിക്കുന്ന പഴയ കേളന്റെ ധൈര്യം, അതിൽ കൂടുതലൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ പുറത്ത് പൊരുതി വീഴുന്ന ഗ്യാങ്ങിന്റെ കാര്യമാണെങ്കിൽ ഡോളർ മസിലുള്ള അച്ഛൻ തീറ്റിപ്പോറ്റുന്ന അടുക്കളപ്പിള്ളേർ, ദാറ്റ്സ് ഓൾ. അതിലപ്പുറം പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് അഹങ്കരിക്കരുത്. ഇതിപ്പോ ആദ്യത്തെ അനുഭവമാണെങ്കിൽ ഇനി അങ്ങോട്ട് ഞങ്ങളോട് സഹകരിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല. തുടങ്ങും സിസ്റ്റർ അമലയുടെ കുഴിമാടത്തിൽ നിന്ന്. റീപോസ്റ്റ്മോർട്ടം ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം തടയാം.